മുന്നിലിരുത്താന്ന് ഇവർ ശപഥം ചെയ്തിരുന്നോ? ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിലിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ചൂടില്ലേ? ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ സ്വന്തം പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പ്രതിഷേധം അണപൊട്ടുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥി 15-കാരനായ ജിത്തു എന്ന ആ വിദ്യാർത്ഥിയാണ് പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽപ്പെട്ട് മരണപ്പെട്ടത്. ഇത് സർക്കാരിൻ്റെ അനാസ്ഥയാണ്, KSTBയുടെ അനാസ്ഥയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം, ദേശീയപാത തടയൽ സമരം നടന്നത്. അവിടേക്കാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി നേരത്തെ വന്നത്. ഇവരെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് സ്ഥിതി മാറിയിരുന്നു. പിന്നീട് കസ്റ്റഡിയിൽ എടുത്ത പ്രവർത്തകരെ വിട്ട് കിട്ടുന്നതിന് വേണ്ടി ബാക്കി അവിടെ തടിച്ചുകൂടിയ പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആക്രോശത്തിലേക്ക് പോയി. പോലീസുമായി ഉന്തം തള്ളും ഉണ്ടാകുന്ന ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയി. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ ഉള്ള ആളുകളെ അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരെ വിട്ട് കിട്ടുന്നത് വരെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ UDYFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരും നേതാക്കളും അറിയിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് സ്ഥിതി മാറുകയാണ്. അമൽ തേരമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരാരെങ്കിലും ഈ DYSP കൂടാതെ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ? ഇവരുമായി ചർച്ച ചെയ്യാനുള്ള സാധ്യത എന്തുണ്ട്? മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും DYSP അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിരുന്നു. പക്ഷേ ഇടപെടൽ വിജയം കാണുന്നില്ല. സമരം അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയുണ്ടായിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ ഈ വഴി തന്നെ, നേരത്തെ വഴിതിരിച്ചുവിട്ടിരുന്ന വാഹനങ്ങൾ ഈ വഴി തന്നെ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് നേരത്തെ ഉണ്ടായിരുന്ന ഉപരോധം മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കൂടി ഇവിടേക്ക് എത്തുകയാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വാഹനത്തിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. പുറത്തേക്ക് പോലും ഇറക്കുന്നില്ല. വിട്ട് കൊടുക്കാൻ കഴിയില്ല എന്നതാണ് പോലീസ് പറയുന്നത്. എന്താണ് തീരുമാനം? ഒരു സംശയമില്ല. പ്രവർത്തകരുടെ അടുത്തേക്ക് നോക്കാം, അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പോലീസുകാരുടെ അടുത്തേക്ക്, പോലീസ് വാഹനത്തിന്റെ അടുത്തേക്ക് സ്ഥാനാർത്ഥി കൂടി എത്തുന്നു. പ്രതിഷേധത്തിന് മറ്റൊരു തലം കൂടി കൈവരികയാണ്. നേരത്തെ പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ, പ്രവർത്തകരും ജ്യോതികുമാർ ചാമക്കോലയെ പോലെ 1-2 നേതാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതും മാറി കൂടുതൽ നേതാക്കൾ കൂടി സ്ഥലത്തേക്ക് എത്തുകയാണ്. പ്രധാനപ്പെട്ട ആളുകൾ കൂടി സ്ഥലത്തേക്ക് എത്തുകയാണ്. അങ്ങനെ വരുന്നതോടെ ഈ സമരത്തിന്റെ രൂപം മാറി എന്ന് തന്നെ പറയാൻ കഴിയും. ഈ വാഹനത്തിലുള്ള പ്രവർത്തകർ ഇപ്പോഴും അതിൽ തുടരുകയാണ്. അവരെ പുറത്തേക്ക് ഇറക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ പോലീസിന് നിൽക്കേണ്ടി വരുന്നു. പ്രവർത്തകർ അകത്ത് തന്നെ, പോലീസ് വാഹനത്തിനകത്ത് തന്നെ ഇരുന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതെന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ തന്നെ ഇവിടെ അവരുടെ വാഹനം തടയുകയാണ്. അതിനാണ് വാഹനത്തിന് മുന്നോട്ട് പോലും നീങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. വലിയ സംഘർഷം രൂപപ്പെടുന്നു. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അന്യ ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. വലിയ സംഘർഷാവസ്ഥ, വലിയ രോഷത്തിലാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത് പോലീസ് സ്റ്റേഷന് മുന്നിൽ. അമൽ ചേരുന്നുണ്ട്. അമൽ, ആര്യാടൻ ഷൗക്കത്ത് കൂടി എത്തുമ്പോൾ പോലീസുമായി സംസാരിക്കുന്നുണ്ടോ? ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ദേശീയപാതയ്ക്ക് നടുവശത്തായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കസ്റ്റഡിയിലെടുത്ത UDYFന്റെ പ്രവർത്തകരെ എത്തിക്കുമ്പോൾ അവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെയും മുത്ത് കോൺഗ്രസ് നേതാക്കളുടെയും ലീഗ് നേതാക്കളുടെയും വലിയ പ്രതിഷേധം അണപൊട്ടുന്നത്. സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കൂടി എത്തുമ്പോൾ 10 മടങ്ങ് പ്രതിഷേധമാണ് അലയടിക്കുന്നത്. പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോകുമെന്നാണ് നേരത്തെ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് അറിയിച്ചത്. നിരവധി പ്രവർത്തകരുണ്ട്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഒരു പ്രവർത്തകൻ വാഹനത്തിൽ വെച്ച് കുഴഞ്ഞു വീണിരുന്നു. ആ പ്രവർത്തകനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി എന്നാരോപിച്ചുകൊണ്ടായിരുന്നു വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്.
നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. 15 വയസ്സുകാരൻ ജിത്തു പന്നിക്കിണിയിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാരിന്റെ സ്പോൺസേഡ് ഒരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. ആ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെയാണ് പ്രവർത്തകരൊക്കെ തന്നെ തടിച്ചുകൂടുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തത്. ദേശീയപാതയിൽ കുറേ നേരം റോഡ് സ്തംഭിച്ചു, ഗതാഗതം സ്തംഭിച്ചു. പിന്നീട് പോലീസ് 2 വഴിക്ക് വഴിതിരിച്ച് വിടുകയായിരുന്നു. വെള്ളക്കെട്ട എന്ന സ്ഥലത്ത് ആയിരുന്നു ഈ സംഭവം ഉണ്ടായത്. വഴിക്കടവ് പ്രദേശമാണ്, അവിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിന് പിന്നാലെയാണ് പ്രതിഷേധം അലയടിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, യൂത്ത് ലീഗിന്റെ നേതാക്കൾ ഒക്കെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്.